ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ ചർച്ചകളിലേക്ക് ഇടതുമുന്നണി കടക്കുകയാണ്. ഇതിനു മുന്നോടിയായി വിപുലീകൃത ഇടതുമുന്നണിയുടെ ആദ്യ യോഗം ഇന്ന് രാവിലെ ചേരും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവോത്ഥാന വനിതാ മതിലിന്റെ തുടർച്ചയും യോഗത്തിൽ ഇന്ന് ചർച്ചയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയുടെ തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമാണെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. 2004-ലേതിന് സമാനമായ സാഹചര്യമാണെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ CPM-ഉം CPI-യും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും മണ്ഡലതലത്തിലും തെരഞ്ഞെടുപ്പ് ശില്പശാലകൾ പൂർത്തിയാക്കിയ CPM ബൂത്ത് തല ശില്പശാലകളിലേക്ക് കടക്കുകയാണ്. CPI പാർട്ടി ക്ലാസുകളും ആരംഭിച്ചു. മുന്നണി എന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ഇന്നത്തെ യോഗം പ്രാഥമിക രൂപം നൽകും. ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുമുന്നണി രൂപം നൽകും. വനിതാ മതിലിലൂടെ പിന്നോക്ക സമുദായ സംഘടനകളുമായി അടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്ന നിലയിൽ ആ ബന്ധം നിലനിർത്താനുള്ള തന്ത്രങ്ങളും മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. UDF-ന് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥ ആരംഭിക്കാൻ ഇടതുമുന്നണിയും തീരുമാനിച്ചിട്ടുണ്ട്. ജാഥ ക്യാപ്റ്റൻ, തീയതി എന്നിവയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ലെങ്കിലും ഉഭയകക്ഷി ചർച്ചകളെ സംബന്ധിച്ച ആലോചനകളും യോഗത്തിൽ നടക്കും. INL, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക്താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.